നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു രക്തസ്രാവക്കാരിക്ക് സൗഖ്യം നൽകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 20 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്നവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞു അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീ സൗഖ്യം വന്നു. പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീക്ക് യേശു ഒറ്റ ക്ഷണത്തിൽ സൗഖ്യം നൽകുകയാണ്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു അവളോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചില്ല. യേശു എന്നെ സൗഖ്യമാക്കണമേ എന്ന് അവൾ പറഞ്ഞില്ല. എന്നാൽ അവള് വിശ്വസിച്ചു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല് തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തെ തിരിച്ചറിയാൻ കർത്താവിന് സാധിക്കും. കാരണം നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ സൃഷ്ടിച്ചത് ഈ യേശുവാണ്. അവള് വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചവളായിരുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. പക്ഷേ സൗഖ്യം വന്നിരുന്നില്ല. രക്തസ്രാവക്കാരിയെ സംബന്ധിച്ച് അവളെ ആരും തൊടാൻ പാടില്ല. അവളുടെ വസ്ത്രം പോലും തൊടാൻ പാടില്ല. അവൾ ആരുടെയും വസ്ത്രത്തിലും തൊടാൻ പാടില്ല. പക്ഷേ അവൾ കേട്ടു, യേശു കുഷ്ഠരോഗിയെ തൊട്ടിട്ട് യേശുവിലേക്ക് കുഷ്ഠം വന്നില്ല. ആ കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നു. അതുപോലെ കഠിനജ്വരം ബാധിച്ച സ്ത്രീ യേശു തൊട്ടു. അവളുടെ ജ്വരം യേശുവിലേക്ക് വന്നില്ല. അപ്പോൾ യേശു ദൈവമാണ്, രക്ഷിതാവാണ് എന്നവൾ തിരിച്ചറിഞ്ഞു. അവള് രക്തസ്രാവക്കാരി ഒരിക്കലും ജനമധ്യത്തിലേക്ക്, ജനങ്ങൾ തിക്കിത്തിരക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പാടില്ല. എന്നാൽ യേശുവിന് തന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശുവിൻ്റെ വാക്കുകൾക്കും കൈകൾക്കും മാത്രമല്ല, യേശുവിൻ്റെ വസ്ത്രത്തിന് പോലും ആ ശക്തി ഉണ്ടെന്ന് അവൾ വിശ്വസിച്ചു. പഴയ നിയമത്തിൽ യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ചുള്ള ചില പരാമർശനങ്ങളുണ്ട്. 45-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളത് അവൻ്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു എന്നാണ്. 45-ാം സങ്കീർത്തനം ഒരു മഷികാ സങ്കീർത്തനമാണ്, യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ യേശുവിൻ്റെ വിശുദ്ധിയുടെ സൗരഭ്യമാണ് അവിടെ നമ്മൾ കായ്ക്കുന്നത്. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അവിടെ തുടങ്ങുന്നത്. എന്നാൽ അത് യേശുവിൻ്റെ മഹത്വമായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ചുള്ള 2 പരാമർശനങ്ങളാണ് നാം കണ്ടത്. മൂന്നാമതൊരു പരാമർശം മറുവമലയെ നമുക്ക് കാണാൻ കഴിയും. യേശു യോഹന്നാനും യാക്കോബും പത്രോസുമായി മറുവമലയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ യേശുവിൻ്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു. ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത നിലയിൽ വെള്ളയായി തീർന്നു. അപ്പോൾ യേശുവിൻ്റെ വസ്ത്രമെന്ന് പറയുന്നത് യേശുവിൻ്റെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. വസ്ത്രത്തിൽ ചെളി പുരളുക എന്നൊക്കെ പറയുന്നത് പാപത്തെയാണ് കാണിക്കുന്നത്. നിന്റെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയാണ് കാണിക്കുന്നത്. വിശുദ്ധ വസ്ത്രം ധരിച്ച്, വെണ്മയായ വസ്ത്രം ധരിച്ച് ദൈവസന്നിധി വരണമെന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടുകൂടെ വരണം എന്നാണ് അർത്ഥം. ഇവിടെ വിശുദ്ധനായ ദൈവമായ യേശുവിൻ്റെ വസ്ത്രത്തിന് തന്നെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരഗ്രം തൊട്ടു. ഉടനെ യേശുവിന് ശക്തി പുറപ്പെട്ടു. യേശു ചോദിച്ചു, എന്നെ തൊട്ടതാര്? ആ സ്ത്രീ പറഞ്ഞു, ഞാനാണ് തൊട്ടത്. യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെല്ലു പറയാറുള്ളൂ, അവനവൻ്റെ വിശ്വാസം അവനവന് പൊറപ്പിക്കുമെന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ തുണികളൊക്കെ, അവർ ധരിച്ച വസ്ത്രങ്ങളൊക്കെ കണ്ടിച്ചെടുത്ത് അത് മാലയാക്കി ശരീരത്ത് തൂക്കുന്ന ആളുകളുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, അതായത് ആളുകൾ ധരിക്കുന്ന തുണിക്ക് ശക്തിയുണ്ടെന്നൊന്നുമല്ല. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം യേശു പരിശുദ്ധ ദൈവമാണ് എന്നാണ്. അപ്പോൾ അവൾ വാസ്തവത്തിൽ യേശുവിനെയാണ് തൊട്ടത്, യേശുവിലാണ് വിശ്വസിച്ചത്. ആ യേശുവിലെ വിശ്വാസമാണ് അവളെ ശുദ്ധയാക്കിയത്. യേശു അത് മനസ്സിലാക്കിയിട്ട്, സർവജ്ഞാനിയായ യേശു അത് മനസ്സിലാക്കിയിട്ട് അവളോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, സമാധാനത്തോട് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആസന്ന മരണയായ ആ സ്ത്രീ, വൈദ്യന്മാരാൽ ചതിക്കപ്പെട്ട ആ സ്ത്രീ യേശുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. അത് അവളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അവൾ വീട്ടിൽ വെച്ച് യേശുവിനെ വിശ്വസിച്ചാലും അവൾക്ക് സൗഖ്യം കിട്ടും. എന്നാൽ അവൾ വന്ന് യേശുവിനെ തൊട്ടത് തീർച്ചയായിട്ടും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ അത് കാരണമായി. എന്നെ തൊട്ടതാര്? ഞാനെന്ന് പറഞ്ഞു. അത് ആളുകൾ അറിയാനിടയായി. പ്രിയപ്പെട്ടവർ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ രഹസ്യ ശിഷ്യരാകാൻ പാടില്ല, മറഞ്ഞിരിക്കാൻ പാടില്ല. യേശുവിൻ്റെ ആ ശക്തിയും മഹത്വവും വിശുദ്ധിയും ആളുകളെ അറിയിക്കാൻ, യേശു ദൈവമാണെന്നുള്ളത് ആളുകളെ അറിയിക്കുവാൻ അവർ തയ്യാറാകണം. അങ്ങനെ ഒരു പാഠവും നമുക്ക് ഈ ഭാഗം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, മതങ്ങളാൽ വഞ്ചിക്കപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. ആസന്ന മരണരായ ആളുകളെ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ആളുകളെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. നമ്മുടെ ലളിതമായ വിശ്വാസത്തിന് നമ്മളെ രക്ഷിക്കുവാൻ തീർച്ചയായിട്ടും യേശുവിന് സാധിക്കും. യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ യേശുവിൻ്റെ ശിഷ്യരാകാൻ തയ്യാറാകണമെന്ന് മാത്രം. യേശുവിന് വേണ്ടത് പരസ്യ ശിഷ്യന്മാരെയാണ്, രഹസ്യ ശിഷ്യരെയല്ല. കർത്താവ് ദൈവമാണെങ്കിൽ ആ ദൈവത്തിനായി ജീവിക്കാൻ മനസ്സുള്ള ആളുകളായിരിക്കണം തന്നെ അനുഗമിക്കേണ്ടതെന്ന് യേശുവിന് നിർബന്ധമാണ്. യേശുവിനെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.